കേരളത്തിൻ്റെ തനത് വരുമാനം കൊണ്ട് വിഭവസമാഹരണം കൊണ്ട് മാത്രം അടിസ്ഥാന വികസനം സാധ്യമാവില്ല എന്ന് വന്നപ്പോഴാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പ്രത്യേക നിധി എന്നുള്ള രീതിയിലുള്ള ആലോചന രൂപപ്പെട്ടത്. 1999 ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് ഇതിൻ്റെ ആലോചനയുണ്ടായത്. പക്ഷേ 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് നവകേരള സൃഷ്ടിക്ക് വേണ്ടിയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് പശ്ചാത്തല സൗകര്യം അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് നിയമസഭയ്ക്കകത്ത് നിയമനിർമ്മാണം നടത്തി നിയമവിധേയമായ ഏറ്റവും സുശക്തമായൊരു ധനകാര്യ സംവിധാനം എന്നുള്ള നിലയ്ക്ക് കിഫ്ബി രൂപപ്പെടുന്നത്. അതിൻ്റെ 25ാമത് വാർഷികമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിഫ്ബിയുടെ പ്രവർത്തനം കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നാഷണൽ ഹൈവേയുടെ ഭൂമി എടുക്കുന്നതിൽ, അതുപോലെ തന്നെ കെ-ഫോണിൻ്റെ കാര്യത്തിൽ, മലയോര ഹൈവേയുടെയും തീരദേശ ഹൈവേയുടെയും കാര്യത്തിൽ, അതുപോലെ തന്നെ ട്രാൻസ്ഗ്രിഡ് പദ്ധതിയുടെ സഹായം എത്തിക്കുന്ന കാര്യത്തിൽ, കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെയും ആശുപത്രിയുടെയും നിലവാരം ഉയർത്താൻ, ഇറിഗേഷൻ പദ്ധതികൾക്ക് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ സൗകര്യമൊരുക്കാനാണ് ശ്രമിച്ചത്. അത് പരിപൂർണ വിജയമായിരുന്നു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ കേരളത്തിലെ കിഫ്ബി പ്രഖ്യാപിച്ച ആദ്യത്തെ വർക്ക് പൂർത്തീകരിച്ച ഒന്നാണ് അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡ്. 9 കിലോമീറ്റർ ദൂരം 18.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് BMBC നിലവാരത്തിൽ 2-3 പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഇപ്പോൾ കുന്നംകുളം ജംഗ്ഷൻ വികസനത്തിന് 59 കോടി രൂപയുടെ പദ്ധതി ടെൻഡർ കഴിഞ്ഞു. അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടക്കാൻ പോവുക. 96 കോടി രൂപയുടെ ഭരണാനുമതിയുള്ള കുന്നംകുളം താലൂക്ക് ആശുപത്രി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുന്നംകുളം പട്ടണത്തിലെ തിരക്കൊഴിവാക്കി പോകാൻ കഴിയുന്ന ഒരു സമാന്തര സംവിധാനമാണ്. 48 കോടി രൂപ മുടക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പകുതിയിലധികം ദൂരം പുതിയ സാങ്കേതികവിദ്യയിൽ അതിൻ്റെ ടാറിങ് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കി പണികൾ നടക്കാൻ പോവുക. കുന്നംകുളത്തെ റിംഗ് റോഡ് വികസനത്തിന് 63 കോടി രൂപയുടെ ഭരണാനുമതി ഫിനാൻഷ്യൽ സാങ്ഷനുമായിട്ടുണ്ട്. അതോടൊപ്പം ജംഗ്ഷൻ വികസനം ഞാൻ നേരത്തെ പറഞ്ഞ ടെൻഡർ പൂർത്തീകരിച്ച് പണി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ കുന്നംകുളം പട്ടണത്തിലേക്ക് മാത്രം 120 കോടിയോളം രൂപ ഇതിൻ്റെ ഭാഗമായി ലഭ്യമാകുന്നു. നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളായിട്ട് ഇത് കിഫ്ബിയുടെ ഈ പണം കൊണ്ട് പ്രയോജനപ്പെടുത്തുക. ഒരു വളർന്നു വരുന്ന നഗരപ്രദേശം എന്നുള്ള നിലയ്ക്ക് കുന്നംകുളത്തെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് 14 കോടി രൂപയുടെ ഫിനാൻഷ്യൽ സാങ്ഷനായിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആലോചന നടക്കുക. അതുപോലെ തന്നെ മത്സ്യ മാർക്കറ്റ് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് പരിഹരിച്ചുകൊണ്ട് മത്സ്യ മാർക്കറ്റ് 4.5 കോടി രൂപ മുടക്കി മത്സ്യ മാർക്കറ്റിൻ്റെ നവീകരണവും അതിനാവശ്യമായ പണവും കിഫ്ബിയാണ് മുടക്കിയിട്ടുള്ളത്. വടക്കാഞ്ചേരി പുഴ സംരക്ഷണത്തിൻ്റെ ഭാഗമായി മുട്ടിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതിന് ഏകദേശം 16 കോടിയോളം രൂപ വരുന്നതാണ്. അതിൻ്റെയും നിർമ്മാണം ആരംഭിക്കേണ്ട ഘട്ടത്തിലെത്തിയിട്ടുണ്ട് കിഫ്ബിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. കടവല്ലൂർ 5 കോടി രൂപ മുടക്കിയിട്ടുള്ള സ്കൂളും തയ്യൂർ, വേലൂർ, പഴഞ്ഞി, എരുമപ്പെട്ടി, കുന്നംകുളം ബോയ്സും ഗേൾസും ഉൾപ്പെടെയുള്ള ഈ മണ്ഡലത്തിലെ മരത്തങ്കോട് ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ സ്കൂളുകൾക്കും ഹയർ സെക്കൻഡറി ആയാലും അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയാലും ഹൈസ്കൂളുകൾക്കുമൊക്കെ കെട്ടിടം നിർമ്മിച്ചു നൽകി കിഫ്ബി ഫണ്ട് വഴിയാണ്. സ്കൂൾ കെട്ടിടങ്ങൾക്ക് മാത്രം ഏകദേശം 28 കോടി രൂപ കിഫ്ബി വഴി കുന്നംകുളം മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്.
അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു കാലത്തുമില്ലാത്ത കുതിച്ചുചാട്ടമാണ് കിഫ്ബി ഫണ്ടിൻ്റെ പ്രയോഗം വഴി കുന്നംകുളത്ത് സാധ്യമായത് എന്നുള്ളത്. എത്രയോ കാലമായി മനുഷ്യൻ ആഗ്രഹിച്ചിരുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ പിണറായി വിജയൻ സർക്കാരിനായി. അത് കിഫ്ബിയുടെ സഹായത്തോടു കൂടിയാണ് എന്നുള്ളതും ഞാൻ ഓർക്കുന്നു. തീർച്ചയായും ഈ വികസന പ്രവർത്തനങ്ങൾ നാളത്തെ കേരളത്തെ, ഭാവി കേരളത്തെ, ചെറുപ്പക്കാരുടെ കേരളത്തെ, തൊഴിലന്വേഷകരുടെ കേരളത്തെ ഒരു നവകേരളം സൃഷ്ടിക്കാൻ ഏറ്റവും അനുയോജ്യമായ ബദൽ സംവിധാനമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.